ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. വൈശാഖ പുണ്യമാസത്തിൻ്റെ മഹത്വം. വൈശാഖമാസം മെയ് 9 മുതൽ ജൂൺ 6 വരെയാണ് ആചരിക്കുന്നത്. ഈശ്വരാരാധനയ്ക്ക്, പ്രത്യേകിച്ച് മഹാവിഷ്ണു ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ മാസങ്ങളാണ് മാഘം, വൈശാഖം, കാർത്തികം എന്നിവ. ഈ 3 മാസങ്ങളിൽ അതിശ്രേഷ്ഠമാണ് വൈശാഖമാസം. മാധവനായ മഹാവിഷ്ണുവിന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്ന നാമധേയം വൈശാഖം സ്വന്തമാക്കി. പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം. മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം വൈശാഖമാസം ആരംഭിക്കും. മാസാനാം ധർമ്മഹേതൂനാം വൈശാഖച്ചോത്തമം എന്നും ന മാധവ സമോ മാസോ ന കൃതേന സമം യുഗം എന്നും മാധവ പരമോ മാസ ശേഷശായി പ്രിയ സദാ എന്നും സ്കന്ദപുരാണത്തിൽ പറയുന്നു. സർവവിദ്യകളിലും ശ്രേഷ്ഠമായ വേദമെന്നതുപോലെ, സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവമെന്നതുപോലെ, സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷമെന്നതുപോലെ, സർവപക്ഷികളിലും ശ്രേഷ്ഠനായത് ഗരുഡൻ എന്നതുപോലെ, സർവനദികളിലും ശ്രേഷ്ഠയായത് ഗംഗ എന്നതുപോലെ, സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായത് കൗസ്തുഭം എന്ന പോലെ, സർവമാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാസമാണെന്നത് പുരാണങ്ങളിൽ വ്യക്തം. വൈശാഖമാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. ഈ മാസങ്ങളിൽ സ്നാനം, ദാനം, തപം, ഹോമം, ദേവതാർച്ചന തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വൈശാഖമാസത്തിൽ പ്രഭാതസ്ഥാനത്തിനു വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിനു തുല്യമായ മറ്റ് പുണ്യകർമ്മങ്ങളില്ല. വൈശാഖമാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക വരെ ഉണ്ടാകുമെന്നതിനാൽ പ്രാതസ്നാനം സർവ തീർത്ഥസ്നാന ഫലം നൽകുന്നുവെന്ന് പത്മപുരാണവും സ്കന്ദപുരാണവും ഒരുപോലെ പറയുന്നു. ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യ മാസമാണ് വൈശാഖം. വൈശാഖദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ്. വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജല, ഛത്ര, പാതുക, വ്യജന, അന്നദാനങ്ങൾ തന്നെ. ഇതു മനസ്സിലാക്കിയാണ് വൈശാഖമാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് കാരണവന്മാർ വഴിയിലൂടെ പോകുന്ന യാത്രികൾക്കും മറ്റും ജലം, സംഭാരം, ചക്ക, മാങ്ങ തുടങ്ങിയ പഴങ്ങളും കൊടുക്കുമായിരുന്നു. സ്കന്ദപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ്. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുന്ന എന്നതാണ് രീതി. നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ, ചോലകൾ, കിണറുകൾ തുടങ്ങിയവയിലെ ജലത്തിൽ വിഷ്ണു സ്മരണയോടെ പ്രാതസ്നാനം ചെയ്യണം. സ്നാനശേഷം യഥാവിധി തർപ്പണം, ജപം, പൂജ, ദാനം എന്നിവ അനുഷ്ഠിക്കണം. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പൂജിക്കുകയും ചെയ്യണം. ഇങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന വൈശാഖവ്രതം സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. അക്ഷയതൃതീയ, ബലരാമ ജയന്തി, വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി, ഏകാദശികൾ, ശങ്കരാചാര്യ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ, ദത്താത്രേയ ജയന്തി എന്നിങ്ങനെ വിശേഷ ദിനങ്ങൾ പലതും ഈ മഹാപുണ്യമാസത്തിലുണ്ട്. വ്രതം കൊണ്ട് വിശുദ്ധമാക്കാൻ കഴിയാത്തതൊന്നുമില്ല. മനോവാക്കർമ്മങ്ങൾ കൊണ്ടുപോലും ദുശ്ചിന്തകളോ ദുർഭാഷിതങ്ങളോ ദുഷ്കർമ്മങ്ങളോ ഉണ്ടാകരുത്. വേദാധിഷ്ഠിതമായ യാഗങ്ങൾ നടത്തുന്ന കാലവും വസന്തമാണ്. മരങ്ങൾ പൂത്തുലയുന്ന കാലം, മഞ്ഞും മഴയുമില്ലാത്ത കാലം, കനത്ത വെയിലും കാറ്റുമില്ലാത്ത കാലം, എല്ലാം കൊണ്ടും വൈശാഖകാലം സുഖപ്രദം. ഈ പുണ്യകാലത്താണ് പ്രഭാത സ്നാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തീർത്ഥാടനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും പ്രദക്ഷിണ നമസ്കാരങ്ങളും ദാനങ്ങളും ദാഹജല വിതരണവും ഒക്കെ നടത്തേണ്ടത്. വൈശാഖകാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഇരട്ടി ഫലമാണ് ലഭിക്കുക. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വൈശാഖമാസം ഭഗവാന്റെ അനുഗ്രഹത്താൽ പുണ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്